വീണ്ടും ഒരു സ്കൂളിലെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദ വിഷയത്തിലേക്ക് തന്നെയാണ്. ശബരിമല വ്രതത്തിലായിരുന്ന വിദ്യാർത്ഥിക്ക് കറുപ്പ് വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതായുള്ളൊരു പരാതി തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ എളവള്ളി ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെയാണ് പരാതി. ഇതുപോലെ സമാനമായൊരു വിഷയം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. കൊച്ചിയിലെ സെൻറ്റ് റീത്ത സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ശിരോവസ്ത്ര വിലക്ക് ഏർപ്പെടുത്തുന്നു. അതിനെ തുടർന്നുള്ള കോലാഹലങ്ങൾ നമ്മൾ കണ്ടു, ഒരുപാട് ചർച്ചകൾ നമ്മൾ കണ്ടു, അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ കണ്ടു, ഹൈക്കോടതിയുടെ തീരുമാനം കണ്ടു, അങ്ങനെ ഒരുപാട് കണ്ടു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഇതുപോലെ തന്നെ ഒരു സംഭവം വരുന്നത്. കറുത്ത വസ്ത്രം, കുട്ടി ശബരിമലയ്ക്ക് പോകാനുള്ള വ്രതത്തിലായിരുന്നു. പക്ഷേ ഈ കറുത്ത വസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് വരിക എന്നുള്ളത് സ്കൂളിൻ്റെ മാനുവലിന് ബൈലോയ്ക്ക് ചേർന്നതല്ല എന്ന് അധികൃതർ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ വിവാദം ഇതിനെ തുടർന്നും വരുന്നുണ്ട്. എന്തുകൊണ്ട് കുട്ടിക്ക് കറുപ്പണിഞ്ഞ് സ്കൂളിലേക്ക് കയറാൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യവുമായി ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ ഐക്യവേദിയൊക്കെ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ രണ്ട് വിഷയങ്ങൾ ഇതിന് മുന്നേ പറഞ്ഞതുപോലെ സെൻറ്റ് റീത്ത സ്കൂളിലെ വിഷയം കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അജിംസ്, അത് തന്നെയാണ്. ഇത് എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട്, രണ്ട് അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശിരോവസ്ത്രത്തിൻ്റെ സംഭവം വന്നപ്പോൾ അതെന്താ ബൈലോ അനുസരിച്ചിട്ടല്ലേ പോകേണ്ടത്, ഇവിടെ വന്നപ്പോൾ അത് വേണ്ട. അല്ല, അതിൽ തമാശയല്ലാത്തൊരു കാര്യമുണ്ട്. തമാശ എനിക്ക് മനസ്സിലായി, അമൃത പറഞ്ഞ തമാശ എനിക്ക് മനസ്സിലായി. തമാശയല്ലാത്ത കാര്യം എന്ന് വെച്ചാൽ സെൻറ്റ് റീത്ത സ്കൂളിലെ ആ വിദ്യാർത്ഥിയുടെ പിതാവും ആ വിദ്യാർത്ഥിനിയും ശ്രീഗോകുലം സ്കൂളിന് മുമ്പിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വിശ്വ ഹിന്ദു പരിഷത്തും ഉയർത്തുന്ന ഒരേ മുദ്രാവാക്യമാണ്, ഒരേ അവകാശ പോരാട്ടമാണ് രണ്ടുപേരും നടത്തിയത്. ആ അവകാശ പോരാട്ടം എന്താണ്? ഭരണഘടന പൗരന് നൽകുന്ന വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് രണ്ട് സംഘടനകൾ നടത്തുന്നത്. അപ്പോൾ ശ്രീഗോകുലം സ്കൂളിന് മുമ്പിൽ VHP നടത്തുന്ന പ്രൊട്ടസ്റ്റിൽ അവർ പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വസ്ത്രധാരണ സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്നത് സ്കൂൾ മാനേജ്മെൻ്റ് അല്ല എന്നാണ് അവരുടെ ബാനറിൽ എഴുതി വെച്ചിട്ടുള്ളത്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കളായ ശശികല ടീച്ചർ മുതൽ RV ബാബു വരെയുള്ളവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഈ സമാനമായ വാക്കുകൾ കാണാം. ആ ചോദ്യം വാലിഡാണ്. ഭരണഘടനാപരമായ ഒരു അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. പള്ളുരുത്തി സെൻറ്റ് റീത്ത സ്കൂളിൽ കണ്ടതും അതുതന്നെയാണ്. അവർ കോടതിയിൽ പോയതും അതിനുവേണ്ടി തന്നെയാണ്. അപ്പോൾ ശ്രീഗോകുലം സ്കൂളിൽ നമ്മളിപ്പോൾ കണ്ട കാര്യം, അവിടുത്തെ വിദ്യാർത്ഥി കംപ്ലയിൻ്റ് ഇല്ല. അത് മാധ്യമങ്ങളുടെ മുമ്പിൽ അതൊന്നും പറയാനോ ഔദ്യോഗികമായി പരാതി കൊടുക്കാനോ അവർ തയ്യാറല്ല. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവാം, വിശ്വാസപരവും വ്യക്തിപരമായ പല കാരണങ്ങളുണ്ടാവാം, അതിന് കൂടാത്തതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്നാമത്തെ കാര്യം, അയ്യപ്പ ഭക്തന്മാർ ധരിക്കുന്ന വസ്ത്രം കറുത്ത വസ്ത്രമാണ് സാധാരണയായിട്ട് ധരിക്കുന്നത്. അപ്പോൾ അത് ഒരു എന്താണ് പറയുക, മാൻഡേറ്ററി പ്രാക്ടീസ് അല്ല. ഇപ്പോൾ നമുക്ക് പാൻറ് ഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ ശബരിമലയ്ക്ക് പോകാം, ഒരു പ്രശ്നമില്ല. ഈ കറുത്ത വസ്ത്രം എന്നതിന് ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. ശബരിമലയിൽ മുമ്പ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ സാധാരണ വെള്ളവസ്ത്രം ധരിച്ചായിരുന്നു പോകാറുണ്ടായിരുന്നു. അതാണല്ലോ അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ചു പോകും, ചിലർ കാവി എടുത്തു പോകും, ചിലർ കളർ ഡ്രസ്സ് ഇട്ട് പോകും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡ്രസ്സ്, ലൗകികമായ ഇതൊക്കെ വിടുന്ന ഒരു തരം വസ്ത്രധാരണ രീതിയാണ് ശബരിമലയ്ക്ക് പോകുന്നവർ ഉണ്ടാകുന്നത്. ഈ കറുപ്പ് വസ്ത്രത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ, കറുപ്പ് വസ്ത്രം പ്രാക്ടീസ് ചെയ്തും പ്രചരിപ്പിച്ചതും തമിഴന്മാരാണ്. അതിന് ഈ ദ്രാവിഡ മൂവ്മെൻറ്റുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഇപ്പോൾ ഈ പെരിയാർ EV രാമസ്വാമി നായക്കരുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന ദ്രാവിഡ പൊളിറ്റിക്സിൻ്റെ മുന്നേറ്റം ഉണ്ടല്ലോ, ആ സമയത്ത് ബ്രാഹ്മണിസത്തിനെതിരായിട്ടുള്ള ഒരടയാളമായിട്ടാണ് കറുത്ത വസ്ത്രങ്ങളെ അവർ കണ്ടിരുന്നത്. പിന്നീട് അവരെന്ത് ചെയ്യുന്നു, അവർ ശബരിമലയിലേക്ക് വരുമ്പോൾ അവരും ഈ കറുത്ത വസ്ത്രം ധരിച്ചു വരികയും അത് കേരളത്തിലും പ്രചാരത്തിലാവുകയും ചെയ്തതാണ്. അതല്ലാതെ ഇതിന് മതപരമായ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇല്ല കറുത്ത വസ്ത്രത്തിന്. പക്ഷേ കറുത്ത വസ്ത്രമാണ് ഇപ്പോൾ ഒരു കോമൺ ഒരു ആചാരമായി മാറുകയാണ് ശബരിമലയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കറുത്ത വസ്ത്രമില്ല, ഇനിയിപ്പോൾ സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ മാല ഇട്ടുകൊണ്ട് സ്കൂളിൽ പോവുക, എന്നിട്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ ആ വസ്ത്രത്തിൽ പോവുക, അതിന് പ്രശ്നമൊന്നുമില്ല. അവരുടെ തീർത്ഥാടനമോ വ്രതമോ ആ കാര്യത്തിൽ മുടങ്ങുന്നു എന്ന് ഓർത്തില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുകയോ പരാതിപ്പെടുകയോ ചെയ്യുന്നില്ല. പക്ഷേ പ്രശ്നം വിശ്വ ഹിന്ദു പരിഷത്തിനാണ്. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, അപ്പോൾ അതിലെ ഈ ഡബിൾ സ്റ്റാൻഡേർഡിനെ പറ്റി എല്ലാവരും പരിഹസിക്കുകയും ചെയ്യുന്നു. അവരെ യഥാർത്ഥത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു ഐക്യവേദി എന്ന സംഘടന അത് രൂപം കൊണ്ട് 2003 മറ്റോ ആണ്. ഈ കഴിഞ്ഞ 22 വർഷക്കാലത്ത് അവർ ഈ സംസ്ഥാനത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞൊരു സംഘപരിവാർ സംഘടനയുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ, തമിഴ്നാട്ടിലൊരു ഹിന്ദു മുന്നണി എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, RSSന്. ഇവിടെ ഹിന്ദു ഐക്യവേദിയുണ്ട്. ഇവരുടെ ലക്ഷ്യം എന്താണ്? ജാതിക്കതീതമായി ഹിന്ദുക്കളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ നടത്തുന്ന നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹൈന്ദവ നവോത്ഥാനം കേരളത്തിൽ നടന്നത് ഏതെങ്കിലും മത നേതാക്കളുടെ നേതൃത്വത്തിലല്ല, സമുദായ നേതാക്കളുടെ, രാഷ്ട്രീയ നേതാക്കളുടെ, സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം എടുത്താലും ഗുരുവായൂർ സത്യാഗ്രഹം എടുത്താലും എല്ലാം
എല്ലാവരും ഒരുമിച്ചാണ്, അല്ലാണ്ട് മത നേതാക്കളല്ല അത് നടത്തിയത്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി എന്താണ് പറയുന്നത്, ഇവരൊക്കെ നമ്മുടെ ആൾക്കാരാണ്, എല്ലാം ഞമ്മൻ്റെ ആളാണെന്ന് പറയുന്ന പോലെ. അതായത് AKG പോലും ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനങ്ങളിൽ AKGയുടെ ഫോട്ടോ വയ്ക്കും. എന്തുകൊണ്ട്? അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഞമ്മൻ്റെ ആളാണ്. ഏതിൻ്റെ ആൾ? ഹിന്ദു ഐക്യത്തിൻ്റെ ആളായിട്ടാണ് അവർ കാണുന്നത്. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ഐക്യത്തിൻ്റെ പ്രതീകമാണ്. കാരണം ജാതിക്ക് അതീതമായി ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരമാണ്. അതെല്ലാ ഹിന്ദുക്കളുടെയും ഒരു കോസാണ്. പക്ഷേ ആ ഹിന്ദു ഐക്യത്തെക്കുറിച്ചല്ല ഐക്യവേദി പറയുന്നത്. ഐക്യവേദി പറയുന്ന ഹിന്ദു ഐക്യം വേറെയാണ്. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അവരിതുവരെ 22 വർഷം സംസാരിച്ചുകൊണ്ടിരുന്നത് ഭരണഘടനാദത്തമായ വിശ്വാസ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ, ആ ഭരണഘടനാദത്തമായ വസ്ത്രധാരണ സ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും എല്ലാ മനുഷ്യർക്കും, എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വേണം എന്നതിനെക്കുറിച്ചോ അല്ല. അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വർഗീയതയാണ്. ആ വർഗീയതയുടെ ഇടയിൽ വന്ന ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ശ്രീഗോകുലം. ഗോകുലം ഗോപാലിൻ്റെ കീഴിലുള്ളൊരു സ്കൂളാണ്. അതുകൊണ്ട് ആ സമരം അവിടെ തുടരുമോ അത് നമുക്കറിയില്ല. അതർവൈസ് അതൊരു മറ്റൊരു മതസ്ഥൻ്റെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സമരം ആ വിദ്യാർത്ഥി കംപ്ലൈൻറ്റിൽ പോലും ആ സമരം തുടരുമായിരുന്നു. അതുകൊണ്ട് ഭരണഘടനാദത്തമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല വിശ്വ ഹിന്ദു പരിഷത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ല ഹിന്ദു ഐക്യവേദി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സംസാരിക്കുന്നത് വർഗീയതയാണ്. വർഗീയതയുടെ ഉണ്ടായിരുന്ന ഒരു എന്താണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ കാണുന്നത്. നിഷാദ് എങ്ങനെ വിഷയം? അല്ല അമൃത, ഇപ്പം ഈ സ്കൂളിന് ഒരു യൂണിഫോം പ്രാക്ടീസൊക്കെ ഉണ്ടാവും. അപ്പോൾ യൂണിഫോം എല്ലാവരും ഒരുപോലെ ധരിച്ചു വരിക, അതിൻ്റെ കൂടെ ചില ആളുകൾ തട്ടമിടുന്നതിന് സ്കൂളിന് ബുദ്ധിമുട്ട്, ചില ആളുകൾ യൂണിഫോം മുഴുവനായി ഒഴിവാക്കിയിട്ട് കറുത്ത് ഇടുന്നതിന് സ്കൂളിന് ബുദ്ധിമുട്ട്. അതൊക്കെ സ്കൂളിന് ബുദ്ധിമുട്ടായിട്ട് വേണമെങ്കിൽ പറയാമെങ്കിൽ കൂടിയും നമ്മൾ ഇന്ത്യൻ കോൺടാക്സിനെ നോക്കണം. ഇന്ത്യൻ സാഹചര്യത്തിൽ മതനിബിഡമായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. മതവും ജാതിയും എല്ലാം ചേർന്നിട്ടുള്ള, ആ മതത്തെയും ജാതിയെയൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ മതത്തിൻ്റെ വിശ്വാസങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള ഒരുതരം പുരോഗമന ജനാധിപത്യ രൂപമൊന്നുമല്ല നമ്മൾ സ്വപ്നം കാണുന്നത്. എല്ലാ വിശ്വാസങ്ങളെയും അബ്സോർബ് ചെയ്യുന്ന, എല്ലാ വിശ്വാസങ്ങളെയും അതിൻ്റെ പ്രാക്ടീസിനെയും എന്താ പറയുന്നത് അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സെക്യുലറിസമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അപ്പോൾ അതിനെ സ്കൂളുകളും സ്കൂൾ ബൈലോകളും എല്ലാം അതിനെയും കൂടി മാനിക്കണം. നമ്മുടെ നാട്ടിൽ വിവിധ വിശ്വാസങ്ങളുണ്ട്, ആ വിശ്വാസങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ആചാരങ്ങളും പ്രാക്ടീസസും ഉണ്ട്. അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം കാലം, എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാക്കാത്തിടത്തോളം കാലം നമ്മൾ അതിനെയും കൂടി അക്കോമഡേറ്റ് ചെയ്യണം എന്നാണ് എല്ലാ സ്കൂളുകളും വിചാരിക്കേണ്ടത്, സ്കൂളുകളുടെ ബൈലോകളും വിചാരിക്കേണ്ടത്. കാരണം അങ്ങനെ കലർന്നേ പോകാൻ കഴിയൂ. അല്ല എല്ലാത്തിനെയും ഒഴിവാക്കിയാൽ അത് പലതരത്തിലുള്ള അപകടം ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കറുപ്പുടുപ്പിടാൻ ആഗ്രഹിച്ച കുട്ടി കറുപ്പുടുപ്പിട്ട് ശരിയായ വ്രതം നോറ്റ് ചെരുപ്പിടാതെ ആ വ്രതകാലം പൂർത്തിയാക്കിയിട്ട് എനിക്ക് അയ്യപ്പനെ കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ച കുട്ടി ആ കറുപ്പെടുത്ത് സ്കൂളിൽ പോകാൻ ശ്രമിച്ചു. സ്കൂളിൽ കയറ്റിയില്ല. 10 ദിവസമായി സ്കൂളിന് പുറത്ത് നിൽക്കുകയോ പോകാതിരിക്കുകയോ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. പക്ഷേ കുട്ടിക്ക് പരാതിയില്ല. കുട്ടിയുമായി ബന്ധപ്പെട്ട് ആർക്കും ആ പരാതി ഉന്നയിക്കാൻ താല്പര്യവുമില്ല. എന്തുകൊണ്ടായിരിക്കാം കുട്ടിക്ക് പരാതിയില്ലാത്തത്? കുട്ടിയുടെ ഒരു ജെനുവിൻ ആവശ്യമാണല്ലോ. എൻ്റെ വിശ്വാസ വസ്ത്രം എന്നെ ഇട്ടുകൊണ്ട് എനിക്ക് സ്കൂളിൽ കയറാൻ പറ്റുന്നില്ല. അതൊരു പരാതിയായിട്ട് കുട്ടിക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം. ഇന്ത്യൻ കോൺടാക്സിൽ അതിന് വലിയ പിന്തുണയും കിട്ടും. എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അത് ഉന്നയിക്കാൻ പറ്റാത്തത്? ഈ നികൃഷ്ടജീവികൾ കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്തുണ്ടാക്കിയ ഒറ്റ പ്രശ്നം കാരണമാണ്. എന്താണ് കാരണം? അവനെ പിന്തുണയ്ക്കേണ്ടവന്മാർ കൂടെ നിൽക്കാൻ പറ്റാത്ത വിധം മറ്റേതുമാർ കുളവാക്കി വെച്ചിരിക്കുകയാണ്. തട്ടവിട്ടവർ കയറണ്ട. എന്താണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്? അങ്ങനെ വല്ല മൊല്ലാക്കന്മാരുടെ സ്കൂളുണ്ടെങ്കിൽ അവിടെ പോയി പഠിച്ചാൽ മതിയെന്ന്. തിരുവനന്തപുരത്ത് നിന്നൊക്കെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്ന കുറേ മുന്നമാരുണ്ട്. അവന്മാർ എഴുതി വെച്ച എന്താണ്? അങ്ങനെ തട്ടവിട്ട് മാത്രമേ പറ്റുള്ളെങ്കിൽ പഠിക്കേണ്ട, വേറെ വല്ല പണിക്കും പോട്ടെ എന്ന്. അപ്പോൾ ഈ ചെക്കൻ, ഈ പാവം പിടിച്ച മനുഷ്യൻ, അവൻ്റെ കറുത്ത വസ്ത്രത്തിൻ്റെ അവകാശം ഉന്നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവന്മാരിത് കുളവാക്കി വെച്ചിരിക്കുകയല്ലേ. എങ്ങനെ കേരളത്തിൻ്റെ സപ്പോർട്ട് ആവശ്യപ്പെടും? അങ്ങനെ മതവസ്ത്രം വിട്ട ഒരുത്തനും ഒരു സ്കൂളിലും കയറണ്ടെന്നാണ് അവനെ പിന്തുണയ്ക്കേണ്ട ഈ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർ നശിപ്പിച്ചതാണിത്. അതിൻ്റെ തിക്തഫലം ആരും അനുഭവിക്കുന്നു? അന്ന് ഈ പറയുന്ന വർഗീയ ഭ്രാന്തന്മാരെ മാനസികമായിട്ടെങ്കിലും പിന്തുണച്ച മനുഷ്യന്മാർക്കുള്ള പാഠമാണിത്. നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ശബരിമലയെ മാറിയിട്ടൊരു സ്കൂളിൽ കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. മിണ്ടാൻ പറ്റാതെ വരുമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒറ്റ ഒരുത്തം മിണ്ടുന്നുണ്ടോ? സിദ്ധാന്തങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരുത്തം മിണ്ടുന്നുണ്ടോ? ഇപ്പം പല ആൾക്കാരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളും വീഡിയോകളും നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ ബഹളം ഉണ്ടാക്കിയിട്ടുള്ള ആ സെയിൻറ്റ് റീത്ത സ്കൂളിൽ ബഹളം ഉണ്ടാക്കി വലിയ ഡയലോഗ് ഇട്ട ഈ വിഷയം കഴിഞ്ഞിട്ട് പിന്നെയും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന കഴിച്ചുണ്ട്. അയാൾ ഇപ്പോൾ അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയാണ്, PTA പ്രസിഡന്റ്. അയാളുടെ പണി ഉദ്ദേശവും വേറെയായിരുന്നു. അതിന് അദ്ദേഹം മാക്സിമം കലക്കി. ആ കലക്കലിൻ്റെ കൂടെ നിന്ന് കൊടുത്തു. കെ സുരേന്ദ്രൻ എവിടെ? മുല്ലമാരുടെ സ്കൂളിൽ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ സുരേന്ദ്രൻ എവിടെ? അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ വല്ല RSSൻ്റെ സ്കൂളിലും പോയി പഠിക്കട്ടെ എന്ന് ഈ കുട്ടിയോട് പറയാൻ ഇയാൾക്ക് പറ്റുമോ? അങ്ങനെയാണോ നമ്മൾ പറയേണ്ടത്? അപ്പോൾ ആ കുഞ്ഞിനെ ഒരു പരാതി പോലും ഇല്ലാതെ നിശബ്ദനായി 10 ദിവസം സ്കൂളിൽ പോകാതെ വീട്ടിലിരുത്തതിൻ്റെ ഉത്തരവാദിത്വം ഈ കൊച്ചിയിൽ പ്രശ്നം ഉണ്ടാക്കിയ വഷളാക്കിയവന്മാരാണ്. അല്ലെങ്കിൽ എന്തായിരുന്നു? അവിടെ നമുക്കൊരു ന്യൂട്രൽ പൊസിഷൻ എടുത്തിരുന്നെങ്കിൽ,
മതങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവരെല്ലാം ഉൾക്കൊള്ളുന്ന സമീപനം ടീച്ചേഴ്സ് എടുക്കണമെന്നായിരുന്നു അവിടെ എല്ലാവരും കൂടി ഒരു കൺസെൻസസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അവിടെ വന്ന് MP യും MLA യും എല്ലാം അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിയും സംസാരിച്ചേനെ, അവനും സ്കൂളിൽ കയറാൻ പറ്റിയേനെ. കാരണം അതിനൊരു പരിസരം ഉണ്ടായേനെ. ഇപ്പം മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ സാധാരണ മനുഷ്യന്മാരുടെ വിശ്വാസപരമായ റൈറ്റ്സിനെ ആരാ ഇവിടെ കൂടുതലുള്ളത്? വിശ്വാസികൾ തന്നെയാണ്. അവരുടെ റൈറ്റ്സിനെ, അവർക്കത് ശബ്ദിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ച ഈ വിപത്തുണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ഇവർ തന്നെ എടുക്കേണ്ടി വരും. ഞാൻ ആ കുട്ടിയുടെ കൂടെയാണ്. കുഞ്ഞ് അവൻ്റെ വിശ്വാസം, ആ വിശ്വാസത്തോടു കൂടി പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അവരൊക്കെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ആ കുട്ടിയെ മാറ്റിയെടുത്തിക്കൊണ്ട് എന്ത് ഡിസിപ്ലിനാണ് നിങ്ങൾ കൂടുതലായി ഉണ്ടാക്കാൻ പോകുന്നത്? ഈ പ്രശ്നമുണ്ട്, അത് പബ്ലിക് ഓർഡറിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടോ, ഉണ്ടെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് അതിനകത്തൊരു തീരുമാനം എടുക്കാം. ഇതല്ലാതെ എന്തിനാണ് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യുക? അങ്ങനെ ഒരു കറുപ്പണിഞ്ഞ് വരുന്ന അയ്യപ്പ ഭക്തരുണ്ടെന്ന്, മാലയിട്ട് വരുന്നവരുണ്ടെന്ന്, കൊന്തയിട്ട് വരുന്നവരുണ്ടെന്ന്, തലയിൽ തട്ടവിട്ട് വരുന്നവരുണ്ടെന്നും അവരെല്ലാം കൂടി ചേരുന്നതാണ് നമ്മളെന്നല്ലേ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അതിനെല്ലാം അകറ്റിയെടുത്തിട്ട് എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ ഇത് ആ പ്രശ്നത്തെ അന്നും ഇന്നും എന്താണോ അതിലുള്ള പൊസിഷൻ ഞാനത് പറയുന്നു. ഈ കുഞ്ഞിനെ ഇങ്ങനെ നിശബ്ദനായി മഴയത്ത് നിർത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ഈ ഹേറ്റ് ട്യൂബേഴ്സ് ആൻഡ് കെ സുരേന്ദ്രൻ ടൈപ്പ് ഓഫ് കക്ഷികളുണ്ടല്ലോ, അന്ന് മീൻ പിടിക്കാൻ വേണ്ടി മാക്സിമം കലക്കിയവർ, ഇപ്പം അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്ന ആൾക്കാർ, അവരാണെന്ന് ഞാൻ പറയും. നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ കുറേ എന്തിനാണ് നമ്മുടെ പൊതുക്രമത്തിനകത്ത് നിങ്ങൾ ഈ തട്ട വിട്ടു വരുന്നത്? അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ നിഷ്കളങ്ക നാട്ടിക്കാരായിട്ടുള്ള അവരുണ്ട്. അവർക്ക് പോലും വോയിസ് ഇല്ലാണ്ടായി പോയി കാരണം.